ഇന്ന് കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് അത് കഴുകി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഫുള്ള് തുണികളെല്ലാം കട്ട പിടിക്കുന്നതാണ്. നമുക്ക് ചുറ്റി അത് ഒറ്റ ഇതായിട്ട് കട്ടയായിട്ട് കിടക്കും. അത് നമുക്ക് കളയാൻ വേണ്ടി ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ 3-4 പ്ലാസ്റ്റിക് കവർ മാത്രം മതി. ഈ ഒരു 3-4 പ്ലാസ്റ്റിക് കവറും കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുക. അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് കറക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു 3-4 എക്സ്ട്രാ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ നമ്മുടെ തുണി അങ്ങനെയൊന്നും ഒറ്റയടിക്ക് ചുറ്റി പോകുമൊന്നുമില്ല. പിന്നെയും ചുറ്റുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു ട്രിക്ക് എവിടെന്നെങ്കിലും കണ്ടൊപ്പിച്ചായിരിക്കും. പക്ഷേ ഇത് കുറച്ച് ചുറ്റും നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. കുറച്ചൊക്കെയാണ് ചുറ്റുള്ളൂ. ഈ തുണി കീറി പൂട്ടുക ചിലതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും. അപ്പോൾ ഇത് അത്ര ഒന്നും ചുറ്റിയൊന്നും പിടിക്കില്ല. അതുകൊണ്ട് കുറേ ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷിമ്മി കവറും കൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചുറ്റി പിടിക്കുന്നു എന്നല്ല കേട്ടോ. ഈ 3-4 പ്ലാസ്റ്റിക് കവർ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂല നമുക്ക്. അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇത് ചെയ്തതിനൊന്നും. അപ്പോൾ ഈ ഒരു ഷോള്, തോർത്ത് അങ്ങനത്തെ വലിയ വലിയ തുണികളൊക്കെയാണ് ഈ ചുറ്റി കെട്ടി പിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനാണ് ഈ ഒരു സൊല്യൂഷൻ. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷനാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയും വലിയ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവർ കിട്ടുമ്പോൾ പിന്നെ എന്തിനാ പുറത്ത് പോയി മേടിക്കൊന്നും വേണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെ എല്ലാം റെഡിയാക്കുന്നതാണ്. നല്ല വൃത്തിയുള്ളത് നോക്കി ഇടണം കേട്ടോ. മീൻ മേടിച്ചതൊന്നും ഇടാണ്ടിരിക്കുകയാണ് അത്ര നല്ലത്. അല്ലെങ്കിൽ ഈ ചീഞ്ഞ മണമൊക്കെ വരുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ സാധാരണ പുഴുങ്ങാൻ വയ്ക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വിനെഗർ ആഡ് ചെയ്തൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ മുട്ട തൊണ്ടിയൊന്നും പൊട്ടി പോരാണ്ടിരിക്കാവുന്ന അടിപൊളി സൊല്യൂഷനായിട്ടിത്. ഇനി ടിപ്പ് നമ്പർ 3 എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെയിൽ കട്ടറില്ലേ, നെയിൽ കട്ടറിൻ്റെ മൂർച്ച കുറച്ച് കളയുമ്പോൾ പോകും. അതാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടാനൊന്നും വലിയ മെത്തേഡോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ഈ മുട്ടത്തോട് തന്നെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇട്ട് ഉരയ്ക്കണം. നന്നായിട്ട് ഉരച്ച് നമ്മുടെ ഈ ഒരു നെയിൽ കട്ടറിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മുട്ടത്തോടെല്ലാം നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ നെയിൽ കട്ടറിൻ്റെ ഇതൊക്കെ ചെയ്തും അല്ലാണ്ട് മുട്ട പുഴുങ്ങിയതിൻ്റെ തൊണ്ടൊക്കെ ചുമ്മാ കളയുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചെടികളിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണത്. ഇനി ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കല്ലുപ്പ് ചിലവരൊക്കെ ഇങ്ങനെ ടിന്നുകളിലും കണ്ടെയ്നറിലൊക്കെ വയ്ക്കുമ്പോൾ അത് വെള്ളമായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളമായി പോകാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ചിരട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചിരട്ട ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം മതിയിട്ട് അത് ഭയങ്കര ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുട്ടയൊക്കെ നമ്മുടെ ഈ വെജിറ്റബിൾസ് അതിൻ്റെ തൊണ്ടുകളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അത് എക്സ്ട്രാക്ട് ചെയ്ത് വെള്ളമാണ് നമ്മൾ ഈ ചെടികളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതാവുമ്പോൾ നല്ല എനർജിയും നല്ല കുറേ മുളകാണെങ്കിലും അല്ലെങ്കിൽ പൂക്കളാണെങ്കിലും കറ്റാർവാഴ തഴച്ചു വളരാൻ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാട്ടോ ഈ ഒരു വെള്ളം. പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിലെ മണ്ണിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണേൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഒരു ചവറൊക്കെ ഇല്ലേ, അത് നമ്മൾ ചെടികൾക്ക് അല്ലാണ്ട് വലിയ വലിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ വലിയ ഫ്രൂട്ട്സ് അതിൻ്റെ മരങ്ങളൊക്കെ ഇല്ലേ അതിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളമൊക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒത്തിരി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു വെള്ളം കുറച്ചുള്ളതുകൊണ്ട് തന്നെ അത് ചെടികൾക്കും മറ്റ് ഈ ഒരു ചവറുകളില്ല ബാലൻസ് വരുന്ന സംഭവങ്ങൾ നമ്മൾ വലിയ പ്ലാന്റ്സിനും ട്രീസിനൊക്കെ ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 7 എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 7 എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വൈറ്റ് വാഷ് ബേസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരില്ലേ, ആ ഒരു വാഷ് ബേസിൻസ് ഒക്കെ എപ്പോഴും വൈറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഉജാല എടുക്കുക. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് പിന്നെ കുറച്ച് സോൾട്ട് ഇതും കൂടെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ചുരുമ്മി കഴുകുക. അതിനുശേഷം നന്നായിട്ട് തേച്ചുരുമ്മി കഴുകുക കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാപ്പുകളൊക്കെ നന്നായിട്ട് കഴുകുകയാണെങ്കിൽ നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് വാഷ് ബേസിൻസ് റെഡിയായി കിട്ടും കേട്ടോ. എപ്പോഴും അതിങ്ങനെ സൂക്ഷിച്ച് നടന്നാൽ മതി. നല്ല വാഷ് ബേസിൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും നല്ല വൃത്തിക്ക് ഇടുന്നോളും. അപ്പോൾ ഹാർപ്പിക്കൊക്കെ യൂസ് ചെയ്യാൻ പേടിയുള്ളവർക്ക് ഇതൊരു നല്ലൊരു സൊല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ടിപ്പുകളുടെ വീഡിയോസൊക്കെ നമ്മൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.